അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ലയൺ ഡോക്ടർ ബാലകൃഷ്ണൻ വലിയോട് സർ, ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, മുഖ്യാതിഥി കാരയ്ക്കാൽ മണ്ഡലം വിജയ് മാസ്റ്റർ, സ്വാഗത പ്രസംഗം ചെയ്ത ആർട്ടിസ്റ്റ് രവിയേട്ടൻ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഞങ്ങളുടെ ആസ്പയർ ക്ലബിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ കൂടിയായ നമ്മുടെ രവിയേട്ടൻ ഈ ചെമ്പ്രങ്ങാനം എന്ന സ്ഥലത്ത് ഈ ഒരു രീതിയിൽ ശില്പകലാ അക്കാദമി, കറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ സെൻ്ററൊക്കെ നടത്തുന്ന കാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. സംസാരിക്കാൻ കഴിഞ്ഞതിലും വിദ്യാധരൻ മാസ്റ്ററിനെ പോലുള്ള മഹത് സംഗീത വ്യക്തിയുടെ കൂടെ വേദി പങ്കിടാനൊക്കെ കഴിയുക എന്ന് പറഞ്ഞാൽ, മാഷിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മഹാഭാഗ്യവും പുണ്യമൊക്കെ ആയിട്ട് കാണാം. സാറിൻ്റെ കൂടെ കുറച്ച് സമയം ഇങ്ങനെ ചെലവഴിക്കാനും വേദി പങ്കിടാനൊക്കെ കഴിഞ്ഞതും വലിയ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. 99 കാലഘട്ടങ്ങളിൽ കയ്യൂർ ITIയിൽ കമ്പ്യൂട്ടർ ബാച്ചിൻ്റെ ആദ്യ ബാച്ചിലെ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ഈ വഴി യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അന്ന് കണ്ട നാട് ഇത്രത്തോളം മാറി. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറിയതും, അതുപോലെ ഈ സെൻറ്ററിനെ കൂടുതൽ നമുക്കൊക്കെ അടുത്തറിയാൻ വേണ്ടി കഴിഞ്ഞ വർഷം ഇതേ മാസം ഫെബ്രുവരിയിൽ സാഹചര്യം ഒരുക്കുകയും ചെയ്തത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നെടുന്തൂണായ രവിയേട്ടനാണ്. രവിയേട്ടൻ്റെ നമ്മുടെ ഹൃദയ ശില്പത്തെക്കുറിച്ച് വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കോളേജിൻ്റെ വളരെ അടുത്ത് താമസിക്കാൻ ഞാൻ നിത്യേന കാണുമ്പോൾ എപ്പോഴും രവിയേട്ടനെ ഞാൻ ഓർക്കാറുണ്ട്. ആ ശില്പം എന്ന് പറഞ്ഞാൽ എത്ര നോക്കി കാണുന്നതോടും നമുക്ക് മതിയാവില്ല. അത്രത്തോളമാണ് ആ കരവിരുതും ആ ശില്പവിദ്യയും അവിടെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നത് അത്രത്തോളം ഒരു സന്തോഷം നിറഞ്ഞതാണ്. നമ്മുടെ ഈ കറാക്കോട്ട ഗ്രാമീണ വിഷ്വൽ കേന്ദ്രം ലോക നിലവാരം പുലർത്തുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരണം. അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടാവണം. അതിന് നമ്മുടെ ബാലകൃഷ്ണൻ വള്ളിയോട് സാറ് പറഞ്ഞതുപോലെ ഒരു കലകളുടെ ഒരു സമന്വയം ഉണ്ടായിക്കൊണ്ട് ഈ നൃത്തകല, അതേപോലെ ചിത്രശില്പകലയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സർവകലാശാല എന്ന ആ ഒരു സങ്കല്പത്തിലേക്ക്, ആ ഒരു കൺസെപ്റ്റിലൂടെ ഒരു വലിയ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് നമ്മളുടെ സർഗസൃഷ്ടികൾ, ഇവിടുത്തെ കലാകാരന്മാരുടെ സർഗസൃഷ്ടികൾ നമ്മളുടെ ജനങ്ങളിലേക്കും അത് നമ്മളുടെ ലോക നിലവാരത്തിലേക്കും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അതിന് ഞങ്ങളുടെ ഈ നാടിൻ്റെയും അതേപോലെ നമ്മുടെ ഈ എല്ലാവരുടെയും ഒരു പരിശ്രമം ഉണ്ടായാൽ അത് വളരെയധികം എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ഈ സംരംഭത്തിന് രവിയേട്ടൻ്റെ അത്രത്തോളം പ്രയത്നമുള്ള ഒരു സംരംഭമാണ്. നമുക്കറിയാം, അത്രത്തോളം ഒരു പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഈ സ്ഥാപനങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ കലാകാരന്മാരും ഈ സ്ഥാപനമൊക്കെ മുഖ്യ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിന് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.